നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു അടിപൊളി സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറിയ സേമിയ, അതായത് കനം കുറഞ്ഞ സേമിയയാണ്, അത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടുത്തൊരു പാൻ വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാല് അത് നമ്മൾ ഒഴിക്കുക. 1/2 ലിറ്റർ മുഴുവനായിട്ട് ഒഴിക്കേണ്ട, അതിലൊരു 1/4 കപ്പ് പാല് നമ്മൾ മാറ്റി വയ്ക്കണം. ആ 1/4 കപ്പ് പാലിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പാലുമായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് പാലിപ്പോൾ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ട കെട്ടും. ഇപ്പോൾ നല്ലതുപോലെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ സേമിയയും കൂടെ ഇതിനകത്തേക്ക് ഇടുകയാണ്. സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടും. പാൽ തിളച്ചതുകൊണ്ട് സേമിയ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി. ഇപ്പോൾ നല്ലതുപോലെ സേമിയ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്നെസ്സോട് കൂടി തന്നെ ഇരിക്കും. അതിലേക്ക് 4 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഫ്രൂട്ട്സ്, ഞാനിവിടെ എടുത്തേക്കുന്നത് മുന്തിരിങ്ങ, മാതളം, ആപ്പിൾ, എന്നിവയാണ്. ഇതെല്ലാം കൂടെ കണ്ടോ, നമ്മുടെ കസ്റ്റാർഡ് നല്ലതുപോലെ തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്